ഹലോ 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 കേൾക്കുന്നില്ല. എന്റെ മുതലാളി കരഞ്ഞു പോയി. അതെന്തിന്റെയോ? അയ്യോ എന്റെ മുതലാളി ഫോൺ തിരിച്ചാ പിടിച്ചിരിക്കുന്നത്. ഓഹോ ഹലോ ഹലോ ആക്സിഡന്റോ? അയ്യോ അങ്ങനെയോ? കാറ് ചെളിക്കുണ്ടി പോയെന്നോ? മോപ്പന് പറ്റിയോ? അയ്യോ കുഞ്ഞിന് വല്ല പറ്റിക്ക് ഫോൺ വിളിക്കുമോ? ഒന്ന് മുട്ടായിക്കോ. വർഗീസിന്റെ കാര്യമില്ലോ? ആ ഞാൻ അവിടെ വരാം. അവിടെ എത്തിക്കോളാം. മോളും അവളുടെ ഫ്രണ്ട്സും ചെളിയിൽ താന്തയാണ്. ഒരാപത്ത് വരുമ്പോ ചിരിക്കണം. ശരിയാണല്ലോ, ചിരിക്കാൻ പാടില്ല. ഓർമ്മപ്പശമുള്ള ഒരു മനുഷ്യൻ. മോളെ 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 കാറ് മരിച്ചില്ലല്ലോ. അയ്യോ കാറ് മരിച്ചു മുതലാളി. അതിൽ സഞ്ചരിച്ചിരിക്കുന്നവൻ ആർക്കും ഒന്നും പറ്റിയില്ല. കാറിന്റെ കാര്യമല്ലോ ഞാൻ പറഞ്ഞേ. ഞാൻ എന്റെ മോളുടെ കാര്യം പറഞ്ഞേ. മോക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല. ഒരു കാളവണ്ടിക്കാരനാ ഞങ്ങൾ രക്ഷിച്ചത് ഡാഡി. കാത്താരടാ? അതെ മുതലാളി, അവന്റെ പേര് മാധവൻകുട്ടിന്നാ. ഇവിടെ അടുത്താ വീട്. അപ്പൊ കാറ് നന്നാക്കി ഉടനെ വീട്ടിലേക്ക് അയച്ചേക്കാം. നിങ്ങളെല്ലാരും വീട്ടിൽ ചെന്നേ ചായ തിളപ്പിച്ച് കുടിച്ച് വെള്ളം അനത്തി കുടിക്കണം. ചായ തിളപ്പിച്ച് കുടിച്ച് വെള്ളം അനത്തി കുടിക്കണം. അമ്മ അമ്മയോ കൊച്ചേട്ടൻ? അമ്മയോ അളിയാ നിങ്ങൾ എല്ലാരും കൂടി എങ്ങോട്ട് പോകുന്നു? എന്റെ പൊന്നു മോനെ, ചേരാമന്റെ അമ്മ ചത്തുപോയടാ. എപ്പോ? ഒരാള് വന്ന് പറഞ്ഞു മോനെ, നമുക്ക് വേഗം പോകാം അമ്മേ, ട്രെയിൻ തെറ്റും, അവിടെ വേറെ ആരും ഇല്ലല്ലോ. നിങ്ങൾ കരഞ്ഞ് ബഹളം കൂടണ്ട, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. കരയാതളിയ അമ്മേ, ഞാൻ വണ്ടി കൊണ്ടിട്ടിട്ട് ഞാനും വരാം. അയ്യോ വേണ്ട മോനെ, വീട്ടിൽ ആരുമില്ല, ഞങ്ങൾ മതി. അളിയൻ വേണ്ട, അളിയൻ വന്നാൽ ഞാൻ പിന്നെയും കരഞ്ഞു പോകും. കൊച്ചേട്ടാ, ഞങ്ങൾ വരാൻ കുറച്ചു ദിവസം താമസിക്കും, കർമ്മങ്ങളൊക്കെ നടത്തണ്ടേ. എന്നാൽ ഇനി ഒട്ടും താമസിക്കണ്ട, വണ്ടി വരാറായി. ഡ്രൈവർ കാറ് വിടും. അമ്മയും മറ്റും വന്നു. ഇതാ അമ്മയും മറ്റും വന്നു. അല്ല, അളിയനും വന്നോ? എല്ലാരും ഉണ്ടല്ലോ. അളിയാവും നേരത്തെ അറിയിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ നേരെ സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം അളിയാ, ട്രെയിൻ വന്നുപോയില്ലേ? ഞങ്ങൾ ഇനി പെട്ടെന്ന് പോകുന്നു മോനെ. മോനെ, ഇത് മോന്റെ അമ്മൂമ്മ. ഹലോ. ഇത് അപ്പച്ചി, ഇത് മാമൻ. ഹലോ. മോനോ വരും, അകത്തേക്ക് പോകാം. ആ പിടിക്കളിയാ. പിള്ളേരറിയത്തു പോലും ഇല്ല. എങ്ങനെ അറിയാനാണ്, കണ്ടിട്ട് എത്ര കാലമായി. അമ്മൂമ്മ അപ്പച്ചി എല്ലാം ഇവരെ അറിയില്ലേ? ഇല്ല മോനെ. ആ മാതൻകുട്ടിക്ക് സുഖം തന്നെയല്ലേ അമ്മേ? അവരെന്തോന്നിന് അസുഖം. എന്റെ മോനെ, നിന്നെ ഒന്ന് കണ്ടിട്ട് എത്ര കാലമായി. നിന്നെ കാണാഞ്ഞിട്ട് എനിക്ക് ഊണുമില്ല, ഉറക്കവും. എനിക്കും അതെ അളിയ. അളിയനെ കാണണം കാണണമെന്നും ഒരൊറ്റ വിചാരമേ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെയും കുട്ടിയുടെയും കാണണ്ടേ ജയരാമനെ? ഉള്ളത് പറയാമല്ലോ, സരസമ്മയ്ക്ക് അത് വല്ലാതെ ഉണ്ടായിരുന്നു. കുട്ടികളെന്ന് പറഞ്ഞാൽ സരസമ്മയ്ക്ക് ജീവനാ. ആ അമ്മേ, പിന്നെ എന്തൊക്കെയാണ് നാട്ടുവിശേഷങ്ങൾ? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? അയ്യോ, എന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ കുഞ്ഞെ. കൂടെ കൂടെ ഒരു നെഞ്ചുവേദനയും ചോമി. നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ എന്ത് വേദനയോ? ശരീരം ഒന്ന് ക്ഷീണിച്ചു വരിക. ആഹാരത്തിന് ഒരു മനസ്സുമില്ല. നടുവേദന ഉണ്ടല്ലോ, എണീറ്റ് നടക്കാൻ മേല. മാധവൻ കുട്ടിക്കാണെങ്കിൽ ഇതിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. ആ അമ്മേ, ഞാൻ ഒരു നല്ല ഡോക്ടറെ കാണിക്കാം. എന്റെ കാര്യമല്ല കുഞ്ഞെ പ്രധാനം. ദേ ഒത്തു വെക്കുന്നത് കണ്ടില്ലേ പ്രസവിക്കാതെ. നമുക്ക് അവളെ ഒന്ന് പരിശോധിപ്പിക്കാം. നമുക്കൊന്ന് പരിശോധിപ്പിക്കാം. ഇവളെ പരിശോധിപ്പിച്ചാൽ മതി, പക്ഷെ പരിശോധിപ്പിക്കുന്നത് ലേഡി ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ മതി. എല്ലാം വേണ്ടത് ചെയ്യാളിയാ. അമ്മ പോയി കുളിക്കേ, ഞാനിപ്പോ വന്നേക്കാം. ഞാൻ കാപ്പി കൊണ്ടുവരാം. കൊച്ചിനെ അത് കാറ്റ് പറ്റില്ലയോ? അമ്മായിയെ അമ്മായിയെ, ഇവ ആളുകളെ തിരിച്ചറിയാമല്ലോ സരസമ്മേ. ശരിയാണല്ലോ ജയരാമ. കുറെ പണം കടം വാങ്ങണം. അമ്മയും പെങ്ങളും ആദ്യമായിട്ട് വരുന്നതിൽ നമുക്ക് അവർക്ക് വേണ്ടതൊക്കെ ചെയ്യണം.
സരസമ്മയെ ആസ്പത്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യം പ്രധാനമാണ്. എന്റെ ആഭരണം പണയം വെക്കാം. അയ്യോ, അത് വേണ്ട. അമ്മ വന്ന ഉടനെ നിന്റെ ദേഹത്ത് കുറച്ച് ആഭരണമെങ്കിലും കണ്ടില്ലെങ്കിൽ പണയം വെച്ചതാണെന്നല്ലേ അമ്മ വിചാരിക്കൂ. അമ്മയ്ക്ക് അത് വിഷമമാകും. വല്ല മാർവാടിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിച്ചാലോ? ആ, പിന്നെ വരുമ്പോ മലക്കറിയോ മറ്റോ വാങ്ങിച്ചുകൊണ്ടുവരണം. ആ, പിന്നെ അമ്മ ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി. എന്നോട് ഇതൊക്കെ പ്രത്യേകിച്ച് പറയണം. കൊള്ളാമല്ലോ അമ്മ ഇതൊക്കെ. അതാടി ഞാൻ നോക്കുന്നേ. മോനെ, അമ്മൂമ്മയ്ക്കും അപ്പച്ചിക്കും എല്ലാം കാണിച്ചു കൊടുക്കുവേ. അമ്മേ, കാപ്പി കുടിച്ചിട്ട് പല്ല് തേക്കോ കുളിക്കുകയോ ചെയ്താൽ മതി. എല്ലാ സൗകര്യങ്ങളും അകത്തുണ്ട്. ഞാൻ ഒന്ന് പുറത്തു പോയിട്ടുണ്ടേ വന്നേ. ഇതുകൊണ്ടോ? ഇതെല്ലാം ഇലക്ട്രിക് അടി. മാത്രം പണമാ ചെലവാക്കുന്നതെന്ന് അറിയാമോ? ഞാനും നോക്കട്ടെ. കേട്ടില്ല മീ ചെറുക്കൻ പറയുന്നത്. ഒരു പാവ താഴെ വീണപ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം പൊട്ടിച്ചളഞ്ഞെന്ന്. എന്താ മോനെ? കൊള്ളാമല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കേറിയില്ല. അതിനുമ്പ് ഈ നരന്ത് പിള്ളേർ പറയുന്നത് കേട്ടില്ലേ, ജീവിതം പൊട്ടിച്ചെന്ന്. അവര് പാവയെ പറ്റിയാണെന്നേ പറയുന്നത്. കുട്ടികളുടെ അച്ഛൻ അതിന് ജീവിതം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പേര് കൊള്ളാമല്ലേ. ഓഹോ, മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത പോലെ ഇങ്ങനെയാണോ പിള്ളേരെ പഠിപ്പിക്കുന്നത്? സെക്യൂരിറ്റി പോരാ. അഡീഷണൽ സെക്യൂരിറ്റി വേണം. ഒപ്പിട്ടേക്ക്. $5000 10 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി. താങ്ക് യു സാർ. ശരി. രൂപ കിട്ടിയോ? കിട്ടി. 100 രൂപയ്ക്ക് മാസം 10 രൂപ പലിശ. അയ്യോ, സാരമില്ല. അമ്മയും മറ്റും പോയ ഉടനെ നമ്മുടെ ചിലവ് ചുരുക്കി എങ്ങനെയെങ്കിലും ഉടനെ കൊടുത്ത് തീർക്കാം. ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ശരിയാണ്. നാളെ തന്നെ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അമ്മയൊക്കെ കിടന്നോ? എല്ലാരും ഊണഴിച്ച് കിടന്നു. വരൂ. നമ്മൾ എവിടെ കിടക്കും? നമുക്കും കൂടെ ഇവിടെ നിന്ന് കിടക്കാം. സരസമ്മയ്ക്ക് കൂടി ഹാൾ കിടക്കാൻ പാടില്ലായിരുന്നു. അവര് നേരത്തെ തന്നെ നമ്മുടെ കിടക്കമുറിയിൽ കയറി കിടന്നു. ഞാൻ എന്ത് ചെയ്യാനാ? ആരാ കുളിമുറി? സരസമ്മയാണെന്ന് തോന്നുന്നു. മണി എത്രയായി? 8. എനിക്ക് ഓഫീസിൽ പോണ്ടേ? സരസമ്മ ഇപ്പോഴിറങ്ങും. പിള്ളേരെ അടുത്ത വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കുളിച്ച് റെഡിയാവാൻ. പിന്നെ അറിയോ, രാവിലെ ഒരു 10 വീഡിയെങ്കിലും അകത്ത് ചെന്നെങ്കിലേ എനിക്ക് എന്റെ കാര്യം ഉണ്ടായിട്ട് സാധിക്കാനൊക്കെ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ തുറക്കുന്നതാണ് ഞാൻ ചവിട്ടി പിടിക്കുന്നത്. പുറത്തിറങ്ങി പല്ലുതേക്കും. ഞാൻ പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാം. ആ, സമയമായി. കുളിയെല്ലാം ഓഫീസിൽ വന്നിട്ടാകാം. കേശവൻകുട്ടി അല്ല, മാധവൻകുട്ടിയല്ലേ? അതെ. ഇവളെ അറിയോ? എന്നെ അറിയോ? ഞാൻ ഇവളുടെ അച്ഛനാ. ഞങ്ങളിപ്പോ സ്ഥിര താമസം ഇവിടെ. ഇവിടെ കുറെ ബിസിനസ് ഒക്കെ ഉണ്ട്. മദ്രാസിലെ ഞാൻ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. എനിക്കെല്ലാം അറിയാം. എസ്റ്റേറ്റിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഒരു ചേഞ്ചിന് വേണ്ടി ഇവള് എന്റെ കൂടെ വരും. ഇവൾ എന്റെ ഏക പുത്രനാ കേട്ടോ. ആ, ഏക പുത്രിയാണ് കേട്ടോ. അമ്മ എന്റെ കുറെ സ്നേഹിതന്മാരുടെ മക്കളും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു പിക്നിക്കിന് വരികയായിരുന്നു. കേശവൻകുട്ടി
മാധവൻകുട്ടി ഇവിടെ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അതിന് നന്ദി പറയാനായിട്ട് ഞാൻ വന്നതാണ്. അതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കേണ്ടത് ഏത് മനുഷ്യനെയും കടമയല്ലേ. മാധവൻകുട്ടി അവിടെ നിന്നേ. എന്റെ ഒരു എളിയ സംഭാവന. എന്തിന്? ഒരു സംഭാവന. മകൾക്ക് ഇത്ര വിലയേ ഉള്ളൂ അല്ലേ? എന്താ പോരെ? എന്റെ സകല സ്വത്തുക്കൾക്കും അവകാശികളാണ്. എന്ത് വേണമെന്ന് വെച്ചാൽ ചോദിച്ചോ. ഒന്നും തരാതിരിക്കണം. കമലത്തിന്റെ സ്ഥാനത്ത് തെണ്ടി നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നാൽ പോലും ഞാൻ രക്ഷിക്കുമായിരുന്നു. പ്രതിഫലം കിട്ടില്ലല്ലോ. ഒരു സന്തോഷം എന്ന് മാത്രം കരുതിയാൽ മതി. അത് മാത്രം മതി. ഡാഡി, ആ പണം എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടേക്ക്. പണം തരാൻ ശ്രമിച്ചതിൽ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലുമില്ല. ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് വരുമോ? എനിക്ക് അല്പം ബന്ധപ്പാടുണ്ട്. പിന്നീട് ഒരിക്കലും വരാം. അപ്പോൾ കമലം ഞങ്ങൾ വരട്ടെ. മാധവൻകുട്ടി നമസ്കാരം. കൊണ്ട് തോറ്റു.